ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയിട്ടാണ്. ഞാൻ കുക്കറിലാണ് കേട്ടോ പുലാവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് വെജിറ്റബിൾ പുലാവ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഒരു കുക്കർ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തുണ്ട് പട്ട ചേർത്ത് കൊടുക്കാം. 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ബിരിയാണി ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സവാള കളർ ചേഞ്ച് ആവണമെന്ന് ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള പച്ചമുളക് എരിവ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള അത്രയ്ക്കും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഒരു 6 ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് കൂടാതെ ഇതിൽ മഷ്റൂം അല്ലെങ്കിൽ പനീർ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ബാസ്മതി അരി നന്നായിട്ട് കഴുകിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ള അരിയാണിത്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പുതിന അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഇതൊരു വാസനയ്ക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുക്കർ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് 1 വിസിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഈ കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ പുലാവ് റെഡിയായി കഴിഞ്ഞു. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വെജ് പുലാവ് റെഡിയായി കഴിഞ്ഞു. ഇത് മഞ്ചൂരിയൻ ചിക്കൻ ഗ്രേവിയുടെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇത് വളരെ ക്വിക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.